ഖത്തറിൽ നടക്കുന്ന ഫിഫ അണ്ടർ-17 ലോകകപ്പിലെ പ്രീ ക്വാർട്ടർ ചിത്രം തെളിഞ്ഞു. നിലവിലെ ചാമ്പ്യന്മാരായ ജർമ്മനി ബുർക്കിനോ ഫാസയോട് തോറ്റ് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. കരുത്തരായ ഇറ്റലിയും ഇംഗ്ലണ്ടും പ്രീ ക്വാർട്ടർ ബർത്ത് ഉറപ്പിച്ചു. 2 ദിവസത്തെ വിശ്രമത്തിന് ശേഷം ക്വാർട്ടർ മത്സരങ്ങൾക്ക് തുടക്കമാകും. മുഹമ്മദ് അബ്ബാസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അബ്ബാസ്, ഈ പറഞ്ഞതുപോലെ തന്നെ ഖത്തറിൽ അണ്ടർ-17 ഫുട്ബോളിന്റെ ആവേശം എമ്പാടുമുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തിയത് അല്ലെങ്കിൽ കൗതുകമുണർത്തിയ കാര്യം എന്ന് പറയുന്നത് അർജന്റീനയുടെ പുറത്താകലായിരുന്നു. ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പറയരുത് കരുത്തർ എന്ന് പറയുമ്പോൾ അത് അർജന്റീന അക്കൂട്ടത്തിലുണ്ടാകും. അർജന്റീന പുറത്താക്കുന്നൊപ്പം ബ്രസീൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. അങ്ങനെ പല മാറ്റങ്ങളൊക്കെ നമ്മൾ ഇത്തവണ കണ്ടു. ഇപ്പോൾ ആരൊക്കെയാണ് ക്വാർട്ടർ മത്സരങ്ങൾക്ക് തയ്യാറെടുക്കുന്നത്? എങ്ങനെയാണ് ഈ മത്സരത്തിന്റെ ക്രമീകരണങ്ങളൊക്കെ ഇനി? അനീഷ, നോക്കൌട്ട് റൗണ്ടിലേക്ക് വരുമ്പോൾ ഇന്നലെ അർജന്റീന പുറത്തുപോയെങ്കിൽ മെക്സിക്കോയോട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തോറ്റാണ് അർജന്റീന ഈ ടൂർണമെന്റിൽ നിന്ന് പുറത്തുപോയത്. ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ജർമ്മനിയാണ് പുറത്തുപോയത്. ജർമ്മനിയെ തോൽപ്പിക്കുന്നത് ആഫ്രിക്കയിൽ നിന്ന് വന്ന ബുർക്കിനോ ഫാസോ എന്ന് പറയുന്ന ടീമാണ്. ഈ ടീം എതിരില്ലാത്ത ഒരു ഗോളിനാണ് ജർമ്മനി ബുർക്കിനോ ഫാസോക്ക് മുമ്പിൽ കീഴടങ്ങിയത്. 5-ാം മിനിറ്റിലാണ് ആഫ്രിക്കൻ ടീം ഗോൾ നേടിയത്. ഗോൾ നേടാനുള്ള തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ നിരവധി തവണ ജർമ്മനി നടത്തിയെങ്കിലും അതൊന്നും വിജയം കണ്ടില്ല. ഇതോടുകൂടി നിലവിലെ ചാമ്പ്യന്മാർ ഇപ്പോഴത്തെ ടൂർണമെൻറ്റിൽ നിന്ന് പ്രീ ക്വാർട്ടർ കാണാതെ പുറത്താകുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അട്ടിമറിയാണ് ഈ ടൂർണമെൻറ്റിൻ്റെ ചരിത്രത്തിലെ തന്നെ നിലവിലെ. ഇനി അടുത്തൊരു മത്സരങ്ങളിലേക്ക് വരുന്ന സമയത്ത് കരുത്തരായ ഇംഗ്ലണ്ടും ഇറ്റലിയും ഒക്കെ അടുത്ത റൗണ്ടിലേക്ക് അവസാന 16 തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ന് 8 മത്സരങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ 8 മത്സരത്തിൽ ആദ്യ മത്സരത്തിൽ യുഗാണ്ട, അതുപോലെ ഇറ്റലി, ജപ്പാൻ, നോർത്ത് കൊറിയ, ഓസ്ട്രിയ ടീമുകൾ എല്ലാം അടുത്ത ഘട്ടത്തിലേക്ക് അവസാന 16 പ്രീ ക്വാർട്ടറിലേക്ക് ബർത്തുറപ്പിച്ചു. ഒരു മത്സരം കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ മത്സരം ക്രൊയേഷ്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലാണ്. ഇത് 1-1 തുല്യ നിലയിലായിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നീണ്ടിരിക്കുകയാണ് മത്സരം. ഏകദേശം 5-6 മിനിറ്റിന് ശേഷം മാത്രമേ ഇതിൻ്റെ ചിത്രം വ്യക്തമാകൂ. ഇതോടുകൂടെ അവസാന 16 ഏതെല്ലാം ടീമുകൾ എത്തി എന്നുള്ളതിന് കൃത്യമായ രൂപരേഖയാകുന്നു. ആളുകളാണ്, കരുത്തരായ ടീമുകൾ തന്നെയാണ് പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയിട്ടുള്ളത്. ഖത്തറിൽ അണ്ടർ-17 ലോകകപ്പ് മത്സരങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. അതിന്റെ പ്രീ ക്വാർട്ടർ ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളാണ് അബ്ബാസ് നൽകിയത്.